നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 952nd day. Today 35th sloka of Pradhamaskandam 11th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം 952 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 52ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. സയേഷ നരലോകേസ്മിൻ അവതീർണസ്വമായയാ രേമേ ശ്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ. ഓം തത്സത്. സയേഷ നരലോകേസ്മിൻ അവതീർണസ്വമായയാ രേമേ ശ്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ. ഓം തത്സത്. പദം വിരിക്കേണ്ടത് സ ഏഷ നരലോകേ അസ്മിൻ അവതീർണ സ്വമായയ രേമേ ശ്രീരത്നകൂടസ്ഥ ഭഗവാൻ പ്രാകൃതോ യഥ. അതായത് സ ഏഷ ആ ഇവൻ, അതായത് ആ ഭഗവാൻ, ആ ശ്രീകൃഷ്ണൻ, സ്വമായയ തൻ്റെ മായ കൊണ്ട്, അസ്മിൻ നരലോകേ ഈ മനുഷ്യലോകത്തിൽ, അവതരിച്ചവനായിട്ട്, ശ്രീരത്നകൂടസ്ഥ ശ്രീരത്നങ്ങളുടെ സമൂഹത്തിൽ ഇരിക്കുന്നവനായിട്ട്, ഭഗവാൻ ഐശ്വര്യപൂർണനാണെങ്കിലും പ്രാകൃത യഥ പ്രാകൃതൻ എന്ന പോലെ, സാധാരണക്കാരൻ എന്ന പോലെ, രമിച്ചു. അതായത് ഭഗവാൻ സ്വയമേ സർവ കാമ്യങ്ങളും സാധിച്ചവനാണ്. ഭഗവാനിലൂടെ നമുക്കാണ് കാമ്യങ്ങൾ ലഭിക്കേണ്ടത്. അപ്രകാരമുള്ള ആ ഭഗവാൻ, എല്ലാറ്റിൻ്റെയും മൂർത്തിഭവനായിട്ടുള്ള ആ ഭഗവാൻ സ്വന്തം മായ കൊണ്ട് ഈ ലോകത്തിൽ അവതരിച്ചവനായിട്ട് ഈ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ തൻ്റെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു 16,108 ഭാര്യമാരോടുകൂടി ഭഗവാൻ ഭാര്യമാരുടെ കൂടി എല്ലാ ഗൃഹത്തിലും പ്രവേശിച്ചു എന്ന്. അപ്രകാരമുള്ള ആ ഭഗവാൻ ഈ സ്ത്രീരത്നങ്ങൾ, ആ ഭാര്യമാരെയാണ് സ്ത്രീരത്നങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ആ സ്ത്രീരത്നങ്ങളുടെ കൂടെ ഇരുന്നു കൊണ്ട് ആ ഭഗവാൻ രമിച്ചു, അവരോടുകൂടി സന്തോഷമായിട്ട് കഴിഞ്ഞു. എപ്രകാരം എന്നാൽ സാധാരണ മനുഷ്യരെ പോലെ, സാധാരണ ജനങ്ങൾ തങ്ങളുടെ ഭാര്യമാരോടൊത്ത് എപ്രകാരം സന്തോഷമായി രമിച്ചിരിക്കുമോ അപ്രകാരം ഭഗവാനും ഇവരോടൊക്കെ ചേർന്ന് പ്രാകൃതൻ എന്ന പോലെ രമിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന് വേണ്ടിയല്ല, അവരുടെ സന്തോഷത്തിന്, അവരുടെ ആഗ്രഹം സാഫലീകരിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ രമിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യപൂർണ്ണനാണ് ഭഗവാൻ. ഭഗവാന് ലഭിക്കേണ്ടതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഭഗവാനിൽ നിന്നാണ് ഈ ലോകം മുഴുവനും ലഭിച്ചിട്ടുള്ളത്. അപ്രകാരമുള്ള ഭഗവാൻ ഈ ലോകത്ത് ഭഗവാൻ തന്നെ സ്വന്തമായി സൃഷ്ടിച്ച ഈ ലോകത്ത് അവരോട് കൂടിയിട്ട് രമിച്ചു, ഭാര്യമാരോടുകൂടി രമിച്ചു എന്നാണ്, സ്ത്രീകളോടുകൂടി പ്രാകൃതനെ പോലെ രമിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാൻ പക്ഷേ ഇതിലൊന്നും ബാധകവുമല്ല. അപ്രകാരം ഭഗവാൻ സ്ത്രീകളോടൊരുമിച്ച് രമിച്ചു. ലോകഭാരം തീർക്കുവാൻ വേണ്ടി സ്വമായയാൽ അവതരിച്ച ഭഗവാൻ എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്, ഭഗവാന്റെ മഹത്വം കാണിക്കാൻ വേണ്ടി. ശ്ലോകം ഒരിക്കൽ കൂടി. സയേഷ നരലോകേസ്മിൻ അവതീർണ സ്വമായയാ രേമേ ശ്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ. ഓം തത്സത്. സ
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.